എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ക്യാമറ ഉണ്ടായിരുന്നു. അത് ചെറുതായിട്ടൊന്ന് അതിന്റെ ലെൻസ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും രണ്ട് സ്ട്രിപ്പ് പൊട്ടിപ്പോയി. അപ്പോൾ ശരിയാക്കാൻ പറ്റത്തില്ല. അപ്പം അതിനകത്ത് സാധനങ്ങൾ എന്തൊക്കെയുണ്ട്, 2500 രൂപയുടെ ഒരു വില വരുന്ന ഒരു ക്യാമറയായിരുന്നു. അപ്പോൾ ആ 2500 രൂപയുടെ ക്യാമറയ്ക്കകത്ത് എന്തൊക്കെ സാധനങ്ങളാണെന്ന് നോക്കാമെന്ന് വെറുതെ വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആക്ഷൻ ക്യാമറയ്ക്കകത്ത് എന്തൊക്കെ സാധനങ്ങളാണ്, 2500 രൂപയ്ക്കുള്ള സാധനങ്ങളുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ മച്ചന്മാരെ, ഇതാണ് നമ്മുടെ ക്യാമറ. ഇപ്പം ഞാൻ നേരത്തെ ഇത് തുറന്നപ്പം തിരിച്ച് സെറ്റ് ചെയ്തില്ല. ഇതിന്റെ ലെൻസിന്റെ ഇതൊക്കെ പൊട്ടിപ്പോയി. അപ്പം ഇത് തിരിച്ച് 2500 രൂപയുടെ സാധനമുണ്ട്. ശരിയാക്കാൻ കൊടുത്താലും അവർ പറ്റുമല്ലെന്ന് പറയത്തുള്ളൂ. അപ്പം ഇത് മൊത്തം പോയതാണ്. അപ്പം ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളതെന്ന് ആണ് ഇതിനകത്ത് ഈ വീഡിയോ കൂടെ കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഇങ്ങനെ ഒരു കറുത്തൊരു കേസാണ് വരുന്നത്. ഇത് ഇങ്ങനെ ഒരു കറുത്തൊരു കേസ് വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഇതിന്റെ മെയിൻ സാധനം. ഇതിന്റെ ബോർഡും ക്യാമറയുടെ ഭാഗം വരുന്ന ലെൻസും പിന്നെ ചെറിയൊരു സ്പീക്കറുണ്ട്. ഇത് ഓൺ ചെയ്യുന്ന സ്വിച്ചാണ് ഇത്. പിന്നെ ഇവിടെ ഇതിന്റെ സൈഡിൽ തന്നെ ഒരു ഇൻബിൽറ്റ് ആയിട്ടൊരു മൈക്ക് വരുന്നുണ്ട്, മൈക്രോഫോൺ വരുന്നുണ്ട്. പിന്നെ ഇത് മുകൾ വശത്തെ കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചുകളുണ്ട്. പിന്നെ ഇതാണ് ലെൻസിന്റെ ഭാഗം എന്ന് പറയുന്നത്, ലെൻസ്. അപ്പൊ ലെൻസ് ഞാൻ കട്ട് ചെയ്തതാണ്. ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ കിട്ടിയത് ഇതിന്റെ അകത്ത് ഒരു ലെൻസ്, പിന്നെ അതിന്റെ മുകൾ വശത്ത് വേറൊരു ലെൻസ്. ഇത് കട്ട് ചെയ്തപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ പഴയ ബൈനോക്കുലറില്ലേ, മറ്റേ പള്ളി പെരുന്നാളിനൊക്കെ മേടിക്കുന്നത്, ആ സംവിധാനമുള്ളൂ. അതിനകത്ത് ഒത്തിരി ലെൻസൊന്നും ഇല്ല. ഒരു വലിയ ലെൻസും ഒരു ചെറിയ ലെൻസും ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. ഈ ലെൻസാണ് അതിനകത്ത് ഇരുന്നത്, താഴെ വെച്ചുന്ന ചെറിയ ലെൻസ്. ഇതാണ് അതിന്റെ മുകൾ വശത്തുള്ള ലെൻസ്. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ലെൻസിന്റെ ഭാഗത്ത് വന്നാല്. പിന്നെ ഈ ബോർഡ് നമ്മൾ നോക്കുമ്പോഴത്തേനും ഇതിനകത്ത് വരുന്നത് കുറെ ഒരു ഐസിയും മറ്റേ കുറെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു, അതിന്റെയാണിത്. പിന്നെ ഇതിന്റെ ബാറ്ററി ആയിരുന്നു ഇത്. ഇതിന്റെ ബാറ്ററി വന്നിട്ട് 1050 mAh ബാറ്ററി ആയിരുന്നു, 3 വാട്ടിന്റെ. അപ്പം ഇത്രയേ ഉള്ളൂ. 2500 രൂപയുടെ ക്യാമറയാണ് ഈ കിടക്കുന്നത്. 2500 രൂപയുടെ ക്യാമറ. ഇത് നേരത്തെ വെള്ളം കയറി പോയതായിരുന്നു. അപ്പൊ ചെറുതായിട്ടൊന്ന് ഓണായി വന്നപ്പോഴത്തേനും എന്റെ ലെൻസിനകത്ത് വെള്ളത്തിന്റെ മയം ഉണ്ടായിരുന്നു. അപ്പൊ അത് തുറന്നൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി തുറന്നപ്പോൾ പറ്റിയതാണ്. അപ്പം എന്താണേലും മൊത്തം പോയി. ആദ്യമായിട്ട് മേടിച്ച ക്യാമറയാണ്, ഇഷ്ടപ്പെട്ട് മേടിച്ചൊരു ക്യാമറയായിരുന്നു, അത് പോയി. സാരമില്ല. ലെൻസ് എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ. ഇതിന്റെ ക്യാമറ വരുന്ന ഭാഗം നമ്മുടെ സാധാരണ ഫോണിനേക്കാളും തീരെ ക്വാളിറ്റി പറഞ്ഞൊരു ക്യാമറയാണ് ഇതിനകത്ത് വരുന്നത്. 12 MB ആണ് ഇതിന്റെ കവറയിലൊക്കെ എഴുതി വെച്ചേക്കുന്നത്. പക്ഷെ ഇത് 12 MB ഒന്നുമില്ല. വീഡിയോ ഒക്കെ നമ്മുടെ പഴയ നോക്കിയയുടെ ഫോണെ വീഡിയോ എടുക്കുമല്ലേ, ആ ഒരു ക്വാളിറ്റി ഒക്കെ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ മച്ചന്മാരെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. ഇതിന്റെ ക്യാമറ മൊത്തം പോയപ്പോൾ തുറന്നല്ലോ. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് നിങ്ങളെ കൂടെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ.